Good morning, dear students. Today we are continuing Animal Farm third chapter. In the last class, we reached up to or almost nobody, the fourth line. Okay, so we'll start from the fifth line. Molly. Okay, Molly, it was true, was not good at getting up in the mornings and had a way of leaving work early on the ground that there was a stone in her hoof, and the behavior of the cat was somewhat peculiar. അപ്പോൾ മോളി പറയുന്നത് ഒരു മെയിൽ ഹോഴ്സാണ് അല്ല ഫീമെയിൽ ഹോഴ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാസ് നോട്ട് ഗുഡ് അറ്റ് ഗെറ്റിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്സ്. അപ്പോൾ അവളെന്താണ് മോർണിംഗ്സിലൊന്നും നീക്കാനൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ആൻഡ് ഹാഡ് എ വേ ഓഫ് ലീവിങ് വർക്ക് ഏർലി. അതുപോലെ തന്നെ വർക്കിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവൾ പോന്നിരുന്നു. എന്ത് പറഞ്ഞിട്ട് ദർ വാസ് എ സ്റ്റോൺ ഇൻ ഹർ ഹൂഫ്. അവളുടെ ഹൂഫിലൊരു സ്റ്റോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം എപ്പോഴും വർക്കിന്ന് തിരിച്ചു വരുമായിരുന്നു. ആൻഡ് ദ ബിഹേവിയർ ഓഫ് ദ കാറ്റ് വാസ് സംവാട്ട് പെക്യുലിയർ. അവിടെ ഉണ്ടായിരുന്ന ക്യാറ്റിൻ്റെ ബിഹേവിയർ എന്തോ ഒരു പെക്യുലിയാരിറ്റി ഉണ്ട്. ഇറ്റ് വാസ് സൂൺ നോട്ടീസ്ഡ് ദാറ്റ് വെൻ ദർ വാസ് വർക്ക് ടു ബി ഡൺ ദ കാറ്റ് കുഡ് നെവർ ബി ഫൗണ്ട്. എന്താ വെച്ചാൽ അവിടെ വർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടുന്ന് പെട്ടെന്ന് പിന്നെ ക്യാറ്റിനെ കാണാൻ ഇല്ലാതാവാറുണ്ട്. ഓക്കെ, ഷീ വുഡ് വാനിഷ് ഫോർ ഹവേഴ്സ് ഓൺ എൻഡ്. അവൾ പിന്നെ മണിക്കൂറുകൾക്കോളം അവളെ കാണാനേ ഉണ്ടാവില്ല. ആൻഡ് ദെൻ റീഅപ്പിയർ ടു മീൽ ടൈംസ്. പിന്നെ അവൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രം അവൾ പിന്നെ കാണും. ഓർ ഇൻ ദി ഈവനിങ് ആഫ്റ്റർ വർക്ക് വാസ് ഓവർ. അല്ലെങ്കിൽ പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ. ആസ് ദോ നത്തിങ് ഹാഡ് ഹാപ്പൻഡ്. ഇത് ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെയാണ് ക്യാറ്റിൻ്റെ ആ നിൽപ്പ്. ഓക്കെ, ഇതങ്ങനെയൊക്കെ ചെയ്തിട്ടും ബട്ട് ഷീ ഓൾവേസ് മെയ്ഡ് സച്ച് എക്സലൻറ്റ് എക്സ്ക്യൂസസ്. പക്ഷേ അവൾ ഇടയ്ക്കിടയ്ക്ക് എക്സ്ക്യൂസസ് ഒക്കെ നടത്താറുണ്ട്. ആൻഡ് പേർഡ് സോ അഫെക്ഷനേറ്റ്ലി. പക്ഷെ അവൾ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരോടും ഭയങ്കര അടുപ്പം കാണിക്കാൻ. ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ നോട്ട് ടു ബിലീവ് ഇൻ ഹെർ ഗുഡ് ഇൻറ്റൻഷൻസ്. ഓക്കെ, ഓൾഡ് ബെഞ്ചമിൻ ദ ഡോങ്കി. അപ്പോൾ ഇനി അടുത്ത ക്യാരക്ടറാണ് ഓൾഡ് ബെഞ്ചമിൻ. ഓക്കെ, അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ ഡോങ്കി. ഇപ്പോൾ ഇതാരാണ്? ഡോങ്കിയാണ്. ഡോങ്കിൻ്റെ പേരാണ് ഓൾഡ് ബെഞ്ചമിൻ. സീംഡ് ക്വൈറ്റ് അൺചേഞ്ച്ഡ് സിൻസ് ദ റിബല്യൻ. അപ്പോൾ ഈ റബല്യൻ്റെ സമയത്തൊന്നും ഒരു ചേഞ്ചൊന്നും ഇല്ലാത്ത ആളാണ്. He did his work in the same slow, obstinate way as he done it in the Jones time. അപ്പോൾ ജോൺസിൻ്റെ സമയത്ത് എന്താണോ ഇവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തിരുന്നത്. അതിനൊരു മാറ്റമൊന്നുമില്ല. നെവർ ഷർക്കിംഗ് ആൻഡ് നെവർ വളണ്ടിയറിങ് ഫോർ എക്സ്ട്രാ വർക്ക് ഐദർ. അതായത് വർക്കിൽ നിന്നൊരു ചേഞ്ചൊന്നുമില്ല. അതായത് ആദ്യം എന്താ ചെയ്തിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കൂടുതൽ ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറവായിട്ട് ചെയ്യുന്നു അതുമില്ല. ഓക്കെ, എബൌട്ട് ദ റെബല്യൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട് ഹി വുഡ് എക്സ്പ്രസ് നോ ഒപ്പീനിയൻ. അതുപോലെ തന്നെ റെബല്യനെ കുറിച്ച്, അതായത് ഇപ്പോൾ പിക്സൊക്കെ വന്ന് അവരാണല്ലോ എല്ലാം നോക്കുന്നത്. അങ്ങനെ ഒരു അനിമൽ ഫാം, മാനർ ഫാം എന്നുള്ളൊരു അനിമൽ ഫാം ആയില്ല. ആ ഒരു റെബല്യനിൽ എന്താണ്, അവർക്ക് പ്രത്യേകിച്ച് ഒപ്പീനിയനൊന്നും അവർ പറഞ്ഞില്ല. അതായത് ബെഞ്ചമിൻ പറഞ്ഞിട്ടില്ല. വെൻ ആസ്ക്ഡ് വെദർ ഹി വാസ് നോട്ട് ഹാപ്പിയർ നൗ ദാറ്റ് ജോൺസ് വാസ് ഗോൺ. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ്, ബെഞ്ചമിന് ഭയങ്കര ഹാപ്പിയൊന്നുമല്ല. കാരണം ജോൺ പോയിൽ നിന്ന് എന്താണ് മൂപ്പര് ഹാപ്പിയൊന്നുമല്ല. ഹി വുഡ് സേ ഓൺലി. ബെഞ്ചമിൻ എന്തുമാത്രമേ പറയുന്നുള്ളൂ, ഡോങ്കീസ് ലിവ് എ ലോങ് ടൈം. ഡോങ്കീസ് ഒരുപാട് കാലം ജീവിക്കുന്ന. നൺ ഓഫ് യു ഹാസ് എവർ സീൻ എ ഡെഡ് ഡോങ്കി. നമ്മളൊരിക്കലും ഒരു ചത്ത് കിടക്കുന്ന ഡോങ്കിയെ നമ്മളൊരിക്കലും കാണാറില്ല. ആൻഡ് ദ അതേഴ്സ് ഹാഡ് ടു ബി കോണ്ടൻറ്റ് വിത്ത് ഹിസ് ക്രിപ്റ്റിക് ആൻസർ. അപ്പോൾ ഇവൻ എന്താ പറയുന്നത്, ഈ ആൻസറിനോട് എല്ലാവരും ഇങ്ങനെ എന്താണ് അതിങ്ങനെ ഒരു അംഗീകരിക്കുക അല്ലെങ്കിൽ അത് നോക്കിക്കാണാം ചെയ്തിരുന്നത്. ഓക്കെ, ഓൺ സൺഡേസ് ദ വാസ് നോ വർക്ക്. അപ്പോൾ ഞായറാഴ്ചകളിൽ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഹവർ ലേറ്റർ ദാൻ യൂഷ്വൽ. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ 1 മണിക്കൂർ വൈകിട്ടേ കിട്ടുള്ളൂ. ഡെയിലി അവർക്ക് ഇതിനേക്കാളും നേരത്തെ കിട്ടലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡേയ്സിനേക്കാളും 1 മണിക്കൂർ വൈകിട്ടാണ് ഇവർക്ക് ഞായറാഴ്ചകളിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്.
And after breakfast there was a ceremony which was observed every week without fail. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞായറാഴ്ച എന്താണ് അവിടെ ഒരു സെറിമണി അല്ലെങ്കിൽ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ട്. എന്താണ് എല്ലാ ആഴ്ചയിലും ഈ ഫങ്ഷൻ നടക്കുന്നുണ്ട് വിത്തൗട്ട് എനി ഫെയിൽ. ഒരു ഫെയിലും അല്ലെങ്കിൽ ഒരു ഫെയിലിയർ കൂടാതെ ഈ ഇത് നടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഫസ്റ്റ് കെയിം ദ ഹോയിസ്റ്റിംഗ് ഓഫ് ദ ഫ്ലാഗ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ആ മീറ്റിങ്ങിൽ നടക്കുന്നത് അല്ലെങ്കിൽ ആ സെറിമണിയിൽ നടക്കുന്നത്? ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ സ്നോബോൾ ഹാഡ് ഫൗണ്ട് ഇൻ ദ harness room an old green tablecloth of Mrs. Jones and had painted on it a hoof and a horn in white. അതുപോലെ സ്നോബാള് അവിടെ എന്താണ് ഒരു ഹാർനസ് റൂമിൽ എന്താണ് ഒരു ഓൾഡ് ഗ്രീൻ ടേബിൾ ക്ലോത്ത് ആരുടെ? മിസ്സസ് ജോൺസിൻ്റെ. സ്നോബാൾ എന്താണ് ഒരു ഓൾഡ് ഗ്രീന് ടേബിൾ ക്ലോത്ത് മിസ്സസ് ജോൺസിൻ്റെ. ഓക്കെ, അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓണിറ്റ് ഹൂഫ് ആൻഡ് ഹോൺ ഇൻ വൈറ്റ്. അതിന് എന്തൊക്കെയാണ് പെയിൻറ്റ് ചെയ്തത്? ഒരു ഹൂഫും ഹോണും വെള്ള കളറിലെ ഹോൺ അതുപോലെ തന്നെ ഒരു ഹൂഫാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് വാസ് റൺ അപ്പ് ദ ഫ്ലാഗ് സ്റ്റാഫ് ഇൻ ദ ഫാം ഹൗസ് ഗാർഡൻ എവറി സൺഡേ മോർണിംഗ്. അപ്പോൾ ഇതാണ് അവർ ഫ്ലാഗായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫാം ഹൗസിൽ ഇവിടെ സൺഡേ മോർണിംഗിൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സൺഡേയിലെ ഫങ്ഷനിൽ. അപ്പോൾ ഈ ഒരു ഫ്ലാഗാണ് അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഇവർ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഹോണും ഹൂഫും പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഫ്ലാഗാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ദ ഫ്ലാഗ് വാസ് ഗ്രീൻ. ഈ ഫ്ലാഗിൻ്റെ കളർ ഗ്രീനാണ്. സ്നോബോൾ എക്സ്പ്ലെയിൻഡ് ടു റെപ്രസെൻറ്റ് ദ ഗ്രീൻ ഫീൽഡ്സ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ സ്നോബോൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇതെന്തിനാണ് ഈ ഗ്രീൻ ഫ്ലാഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗ്രീൻ ഫീൽഡ്സ് ഓഫ് ഇംഗ്ലണ്ടിലെ പച്ച പാടങ്ങളെയാണ്. വൈൽ ദ ഹൂഫ് ആൻഡ് ഹോൺ സിഗ്നിഫൈ ദ ഫ്യൂച്ചർ റിപ്പബ്ലിക് ഓഫ് ദ ആനിമൽസ്. അതുപോലെ തന്നെ ഹൂഫും ഹോണും എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്നത്? അനിമൽസിൻ്റെ ഫ്യൂച്ചർ റിപ്പബ്ലിക്കാണ്. ഓക്കെ, വിച്ച് വുഡ് അറൈസ് വെൻ ദ ഹ്യൂമൻ റേസ് ഹാഡ് ബീൻ ഫൈനലി ഓവർത്രോൺ. അപ്പോൾ ആ അനിമൽസിൻ്റെ റിപ്പബ്ലിക് എപ്പോൾ മാത്രമേ ഉയരുള്ളൂ അല്ലെങ്കിൽ എപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ? ഹ്യൂമൻ റേസിനെ, മനുഷ്യരാശിയെ ഫുള്ളായിട്ട് നശിപ്പിച്ചാലേ അല്ലെങ്കിൽ ഓവർത്രോ ചെയ്താലേ ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ ദ ഹോയിസ്റ്റിംഗ് ഓഫ് ദ ഫ്ലാഗ്. അപ്പോൾ ഫ്ലാഗൊക്കെ ഹോയിസ്റ്റ് ചെയ്തു. ഓൾ ദ അനിമൽസ് ട്രൂപ്പ് ഇൻ ടു ദ ബിഗ് ബാൺ ഫോർ എ ജനറൽ അസംബ്ലി. അതിന് ശേഷം എല്ലാ അനിമൽസും ഒരു ബിഗ് ബാണിലേക്ക് പോവുകയാണ്. അതായത് ഒരു അവിടുത്തെ സ്റ്റോറേജ് റൂമിലോട്ട് പോവുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഒരു ജനറൽ അസംബ്ലിക്ക് വേണ്ടിയിട്ട്. വിച്ച് വാസ് നോൺ ആസ് ദ മീറ്റിംഗ്. ആ ജനറൽ അസംബ്ലിയാണ് മീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. Here the work of the coming week was planned out and resolutions were put forward and debated. അപ്പോൾ ഇവിടെ ഈ മീറ്റിങ്ങിൽ എന്താ നടക്കുന്നത്? അടുത്ത ആഴ്ചയ്ക്കുള്ള വർക്കൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേറെ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അതൊക്കെ പ്ലാൻ ചെയ്യും. വർ പുട്ട് ഫോർവേഡ് ആൻഡ് ഡിബേറ്റഡ്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളൊക്കെ മീറ്റിങ്ങിൽ പറയും. പിന്നെ അതിന് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിലൊക്കെ അത് പിന്നെയാണ് ഉണ്ടാവും. പിന്നെ ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യും. ഓക്കെ, ഇറ്റ് വാസ് ഓൾവേസ് ദ പിഗ്സ് ഹൂ പുട്ട് ഫോർവേഡ് ദ റിസൊല്യൂഷൻസ്. അപ്പോൾ എപ്പോഴും അവിടുത്തെ തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് ആരാണ്? പിഗ്സാണ്, പന്നികളാണ്. ഓക്കെ, ദ അതർ അനിമൽസ് അണ്ടർസ്റ്റുഡ് ഹൗ ടു വോട്ട്. അപ്പോൾ ബാക്കിയുള്ള അനിമൽസിനൊക്കെ ഇതിനെങ്ങനെ വോട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. ബട്ട് കുഡ് നെവർ തിങ്ക് ഓഫ് എനി റെസൊല്യൂഷൻസ് ഓഫ് ദെയർ ഓൺ. പക്ഷേ അവരുടേതായ തീരുമാനങ്ങളൊന്നും എടുക്കാനോ ഒന്നും അവർക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ സ്നോബോൾ ആൻഡ് നെപ്പോളിയൻ വേർ ബൈ ഫാർ ദ മോസ്റ്റ് ആക്റ്റീവ് ഇൻ ദ ഡിബേറ്റ്സ്. അപ്പോൾ ഇവർ ഈ മീറ്റിങ്ങിലല്ല പിന്നെ റെസൊല്യൂഷൻ എടുത്തിട്ട് അതിനെക്കുറിച്ച് ഡിബേറ്റ് നടക്കുമെന്ന് പറഞ്ഞു, വാഗ്വാദം നടക്കും. അപ്പോൾ അതിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പങ്കെടുത്തിരുന്നത് ആരാണ്? സ്നോബോൾ ആൻഡ് നെപ്പോളിയൻ. ഇത് നോട്ട് ചെയ്യട്ടോ. സ്നോബോൾ ആൻഡ് നെപ്പോളിയൻ were for the most active in the debates. But it was noticed that these two were in agreement. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളും ഒരു എഗ്രീമെൻറ്റിലാണ്. എന്താണ്? വാട്ട് എവർ സജഷൻ either of them made, അവരെ എടുക്കുന്നവർ ഏത് സജഷൻ ആവട്ടെ, ദ അതർ കുഡ് ബി കൗണ്ടഡ് ഓൺ ടു ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എഗ്രീമെൻറ്റ് ഇവർ തമ്മിലുണ്ട്. ഈവൻ വെൻ ഇറ്റ് വാസ് റിസോൾവ്ഡ്, ഇനി ഈവൻ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സോൾവ് ആയി,
a thing no one could object to in itself, to set aside the small paddock behind the orchard as a home of rest for animals who were past work. There was a stormy debate over the correcting retiring age for each class of animal. Okay, അപ്പോൾ ഈവൻ വെൻ ഇറ്റ് വാസ് റിസോൾവ്ഡ്, അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ആയെങ്കിൽ പോലും എന്താണ്, എ തിങ് നോ വൺ കുഡ് ഒബ്ജക്റ്റ് ടു ഇൻ ഇറ്റ് സെൽഫ്, ഒരാൾക്കും ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു. ടു സെറ്റ് എ സൈഡ് ദ സ്മോൾ പെഡോക്ക് ബിഹൈൻഡ് ദ ഓർച്ചാർഡ്, ഓർച്ചാർഡിലുള്ള ഒരു സ്മോൾ പെഡോക്ക്. അപ്പോൾ എന്താ ഈ പെഡോക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ലാൻഡ് ഏരിയ ആണ്. ഓക്കെ, ബിഹൈൻഡ് ദ ഓർച്ചാർഡ് എവിടെയാണ്? ഓർച്ചാർഡ് മീൻസ് ഗാർഡൻ, ഗാർഡൻ്റെ പുറകിലുള്ള ഒരു ചെറിയ ഏരിയ. ആസ് എ ഹോം ഓഫ് റെസ്റ്റ് ഫോർ അനിമൽസ്, അവിടെ എന്താണ് അനിമൽസിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോം ആക്കാൻ വേണ്ടിയിട്ട്. ഹു പാസ്റ്റ് വർക്ക് കഴിഞ്ഞ ശേഷം ദ വാസ് എ സ്റ്റോമി ഡിബേറ്റ് ഓവർ ദ കറക്റ്റ് റിട്ടയറിങ് ഏജ് ഫോർ ഈച്ച് ക്ലാസ് ഓഫ് അനിമൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ഡിബേറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓവർ ദ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റിംഗ് റിട്ടയറിങ് ഏജ്, എല്ലാ അനിമൽ അല്ലെങ്കിൽ ഗ്രൂപ്പിന് എന്താണ് ഒരു വർക്കിൽ നിന്നൊക്കെ ഒരു റിട്ടയറിങ് ഏജ് ഉണ്ടാവും, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് അവിടെ ഭയങ്കരമായിട്ട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ദ മീറ്റിംഗ് ഓൾവേസ് എൻഡഡ് വിത്ത് ദ സിംഗിങ് ഓഫ് ബീസ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ മീറ്റിംഗ് എപ്പോഴും അവസാനിച്ചത് എങ്ങനെയാണ്? വിത്ത് ദ സിംഗിങ് ഓഫ് ബീസ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലെ ബീസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു സോങ്ങോട് കൂടിയിട്ടാണ്. ആൻഡ് ദ ആഫ്റ്റർനൂൺ വാസ് ഗിവൺ അപ്പ് ടു റിക്രിയേഷൻ. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ പിന്നെ ആ സൺഡേയിലെ ഒരു റിക്രിയേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ പിഗ്സ് ഹാഡ് സെറ്റ് അസൈഡ് ദ ഹാർനസ് റൂം ആസ് എ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ ദംസെൽവ്സ്. അപ്പോൾ പിഗ്സ് പിന്നെ എന്താണ് അവരുടെ ഈ ഹാർനസ് റൂം ഉണ്ടല്ലോ അത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാക്കി മാറ്റുകയാണ് പിഗ്സിൻ്റെ. ഓക്കെ, ഹിയർ ഇൻ ദ ഈവനിങ്സ് ദേ സ്റ്റഡീഡ് ബ്ലാക്ക് സ്മിത്തിങ്. അപ്പോൾ അവരുടെ ഈവനിങ്ങിൽ വൈകുന്നേരങ്ങളിൽ അവിടെ അവർ ബ്ലാക്ക് സ്മിത്ത് പഠിക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് സ്മിത്ത് പറഞ്ഞാൽ കൊല്ലം, കാർപ്പൻട്രിങ് പഠിക്കുന്നുണ്ട്. ആൻഡ് അതർ നെസസറി ആർട്സ്, അപ്പോൾ കാർപ്പൻട്രിങ് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള നെസസറി ആയിട്ടുള്ള കലകളൊക്കെ പഠിക്കുന്നുണ്ട്. ഫ്രം ബുക്സ് വിച്ച് ദേ ഹാഡ് ബ്രോട്ട് ഔട്ട് ഓഫ് ദ ഫാം ഹൗസ്. എവിടുന്നാണ് ഇവരിതൊക്കെ പഠിക്കുകയാണ്? ബുക്സിൽ നിന്നാണ്. വിച്ച് ദേ ഹാഡ് ബ്രോട്ട് ഔട്ട് ഫ്രം ദ ഫാം ഹൗസിൽ നിന്ന് കൊണ്ടുവന്ന്. Snowball also busied himself with organizing the other animals into what he called animal committees. അപ്പോൾ അനിമൽ കമ്മിറ്റീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്താണ് സ്നോബോൾ എല്ലാ അനിമൽസിനെയും ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹി വാസ് ഇൻഡിഫാൻറ്റിഗബിൾ അറ്റ് ദിസ്. സോ എന്താണ് ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറയുന്നത്? എന്താണ് ടയർലെസ് അല്ലേ, അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എ ബേർഡ്സ് വിങ് കോംറേഡ്സ് ഹി സെഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എ ബേർഡ്സ് വിങ് കോംറേഡ്സ് ഈസ് എൻ ഓർഗൻ ഓഫ് പ്രൊപ്പൾഷൻ ആൻഡ് നോട്ട് ഓഫ് മാനിപ്പുലേഷൻ. അപ്പോൾ നമ്മളുടേത് എന്താണ് ഒരു പ്രൊപ്പൾഷൻ്റെ ഓർഗനാണ്, അല്ലാതെ മാനിപ്പുലേഷൻ്റെ അല്ല. ഇറ്റ് ഷുഡ് ദെർഫോർ ബി റിഗാർഡഡ് ആസ് എ ലൈക്ക് ദ ഡിസ്റ്റിങ്ഷിംഗ് മാർക്ക് ഓഫ് മാൻ ഈസ് ദ ഹാൻഡ്, ദ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് വിച്ച് ഹി ഡസ് ഓൾ ഹിസ് മിസ്ചീഫ്. സോറി ഡിയേഴ്സ്, ഒരു പേജ് മിസ്സായതാണ്. ഓക്കെ, ഹി ഫോം ദ എഗ് പ്രൊഡക്ഷൻ കമ്മിറ്റി ഫോർ ദ ഹെൻസ്. അപ്പോൾ അദ്ദേഹം ഫോം ചെയ്തു എന്താണ് എഗ് പ്രൊഡക്ഷൻ കമ്മിറ്റി. ഒരു എഗ് പ്രൊഡക്ഷൻ കമ്മിറ്റി ആർക്ക് വേണ്ടിയിട്ട്? ഹെൻസിന് വേണ്ടിയിട്ട്. ദ ക്ലീൻ ടെയിൽസ് ലാഗ് ഫോർ ദ കൗസ്, അതുപോലെ കൗസിന് വേണ്ടിയിട്ട് ക്ലീൻ ടെയിൽസ് ലീഗ്. ഓക്കെ, ദ വൈൽഡ് കോംറേഡ്സ് റീ എഡ്യൂക്കേഷൻ കമ്മിറ്റി. ദ ഒബ്ജക്റ്റ് ഓഫ് ദിസ് വാസ് ടു ടീം ദ റാറ്റ്സ് ആൻഡ് റാബിറ്റ്സ്. അപ്പോൾ ഇതിലാണ് വൈൽഡ് കോംറേഡ്സ് റീ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുത്തി? റാറ്റ്സിനെയും റാബിറ്റ്സിനെയും. ദ വൈറ്റർ വൂൾ മൂവ്മെൻറ്റ് ഫോർ ദ ഷീപ്പിനോ വൈറ്റർ വൂൾ മൂവ്മെൻറ്റ് ആൻഡ് വേരിയസ് അതേഴ്സ്. അതുപോലെ തന്നെ ഷീപ്പിന് കുറച്ച് ബാക്കിയുള്ള ആൾക്കാർക്കും, ബാക്കിയുള്ള ഈ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അനിമൽസ് ആട്ടോ. ബിസൈഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിങ് ക്ലാസ്സസ് ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓൺ ദ ഹോൾ ദീസ് പ്രൊജക്ട്സ് വാസ് എ ഫെയിലിയർ. അപ്പോൾ ഇവിടെ റീഡിങ്ങും റൈറ്റിംഗ് ഒക്കെ കൊടുക്കാമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.
പക്ഷേ മൊത്തത്തിൽ എന്താണ്, ഇതൊരു ഫെയിലിയർ ആയിരുന്നു. ഓക്കെ, സോ വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.